പിണറായി നടത്തുന്നു, അത്രേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നേരത്തെ കേസെടുത്തു, ജയിൽ പോകേണ്ടി വന്നു. ഇപ്പോൾ ഇത് സംരംഭങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ വരുന്നു. അല്ല, വരട്ടെ എന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടല്ലോ. ഞാനൊന്നുമില്ലാതെ ഞാനീ പറഞ്ഞത് പിണറായി വിജയൻ എനിക്ക് സല്യൂട്ട് അടിച്ച് നമസ്തേ അൻവർ എന്ന് പറഞ്ഞ് എന്നെ ബഹുമാനിച്ച് അങ്ങോട്ട് പിരിഞ്ഞു പോകുമെന്ന് വിചാരിക്കാൻ ഞാൻ വിഡ്ഢിയൊന്നുമല്ലല്ലോ. അത് അവരുടെ ഒരു രീതിയല്ല, അവർ നേരിടുമല്ലോ. നേരിട്ടെ. എങ്ങനെ? പൂർണ്ണമായിട്ടും അത് ബോധ്യപ്പെടുത്തണല്ലോ. അല്ല, അതൊക്കെ നാളെ പറയുന്നു. ടുമോറോ വിൽ സീ. അതെ അതെ അതെ, അത് നാളെ നമുക്ക് ക്ലിയർ ആക്കാം. ഐ വിൽ ഗിവ് യു ഓൾ ഡോക്യുമെന്റ്സ്. അപ്പോൾ വിഷയം തീരുമല്ലോ. വായ കൊണ്ട് പറയുന്നത് ആരാ? ഓരോരുത്തന്മാർ ഇരുന്ന് പറയില്ലേ. ഞാൻ വായ കൊണ്ടല്ല ആ വിഷയം സംസാരിക്കുന്നത്, രേഖകൾ കൊണ്ടാണ്. ആ രേഖ നാളെ കേരളത്തിലെ മുഴുവൻ പത്രപ്രവർത്തകർക്കും, എന്താ പറയുക, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുന്നിൽ അത് വെക്കും. താങ്കൾ കൂടി പിന്തുണ നൽകിയിരുന്ന ഒരു സർക്കാരിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് കോഴി ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അല്ല, എല്ലാ കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട് ബ്രൂവറി, എന്തിനാ ഈ ബ്രൂവറി? ഈ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്താ നിങ്ങൾക്കറിയാലോ? മിനിഞ്ഞാന്നാണ് മകൻ അമ്മയെ വെട്ടിക്കൊന്നത്. ഇന്നലെയാണ് അച്ഛനെ തല്ലിക്കൊന്നത്. ഈ നാടാകെ ഈ പറയുന്ന മയക്കുമരുന്നാണ്. ജനം വലിയ എത്ര പതിനായിരക്കണക്കിന് അമ്മമാർ കിടന്നുറങ്ങാൻ ഭയപ്പെടുകയാണ്. ആരെ? മക്കളെ. വാതിൽ ഒരു കുറ്റിയിട്ട് രണ്ടാമത് കുറ്റിയിട്ടിട്ട് അമ്മമാർ മക്കളെ പേടിച്ച് കിടന്നുറങ്ങുന്ന വീടുകൾ പതിനായിരങ്ങളാണ് കേരളത്തിൽ. ആരാണ് ഇതിനെ തടുക്കേണ്ടത്? ആരാണ് ഈ മയക്കുമരുന്നിനെ എതിർക്കേണ്ടത്? ആ വിഭാഗം, ആ പോലീസ്. ഞാൻ അന്ന് ഉന്നയിച്ച സ്വർണ്ണക്കള്ളക്കടത്തോടൊപ്പം ഉന്നയിച്ച പ്രധാന വിഷയം ഈ പറയുന്ന മദ്യം, മയക്കുമരുന്ന് കച്ചവടം, പോലീസിൻ്റെ വലിയ ഒരു ലോബി, പാർട്ട് ഓഫ് ദിസ് ബിസിനസ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് തന്നെയല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാം പണമുണ്ടാക്കുക. നിങ്ങൾ ചോദിച്ച അഴിമതിയുടെ കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന കൊറോണയായാലും ഇപ്പം എന്താ വയനാടിൻ്റെ സ്ഥിതി? എന്താണ് ഈ വയനാട് റീസെറ്റിൽമെൻറ്റ് ഇപ്പോഴും നടക്കാത്തത്? വിശദീകരിക്കേണ്ടതുണ്ട്. രേഖാപരമായിട്ട് അതിന് പ്രത്യേക സമ്മേളനം തന്നെ നമ്മൾ വേറെ നടത്തുന്നുണ്ട്. എല്ലാം അഴിമതിയാണ്. എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ പണമുണ്ടാക്കാനുള്ള കണ്ണാണ്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഏർപ്പാടുകളുമാണ്. തീർച്ചയായിട്ടും അന്വേഷിക്കണമല്ലോ. അവർ ഈ പറയുന്നത് വസ്തുതയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്കൊരു അന്വേഷണം നടത്തുന്നതിന് തടസ്സം സർക്കാർ നിൽക്കേണ്ട കാര്യം എന്താ? ഈ സർക്കാർ പൂർണ്ണമായും അഴിമതിയിലാണ് ഇപ്പോൾ ഭരണം നടത്തുന്നതെന്നാണോ പറയുന്നത്? അല്ല, അഴിമതി മാത്രമല്ല.